നമ്മുടെ മലയാളികൾക്കിടയിൽ ബ്രേക്ക് എന്നാൽ അത് കിറ്റ്കാറ്റാണ്. സ്ട്രെസ് വന്നാലും മൂഡ് പോയാലും കുട്ടിക്കൊരു കുഞ്ഞ് റിവാർഡ് കൊടുക്കണമെങ്കിലും നമ്മൾ ആദ്യം ഓടുന്നത് ഈ ചുവന്ന പാക്കറ്റിനടുത്തേക്കാണ്. പക്ഷേ ആ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ആ ബ്രേക്ക് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ശരിക്കും എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആ പാക്കറ്റിൻ്റെ പിന്നിലെ രഹസ്യങ്ങളൊന്ന് ചെയ്യാം. ആ പാക്കറ്റൊന്ന് തിരിച്ചിട്ട് നോക്കിയാൽ അവിടെ സത്യം തെളിഞ്ഞു വരും. അതിലെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ഒന്നാമതായി എഴുതിയിരിക്കുന്നത് ഷുഗർ എന്നാണ്. ഫുഡ് സയൻസിൽ ഒരു ലളിതമായ നിയമമുണ്ട്. ലിസ്റ്റിൽ ആദ്യം വരുന്നത് ഏതാണോ അതാണ് ആ സാധനത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് ചോക്ലേറ്റ് പൊതിഞ്ഞ പഞ്ചസാരയാണ്. ഈ പഞ്ചസാര ഉള്ളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ രക്തത്തിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടും. പിന്നാലെ ഇൻസുലിൻ സ്പൈക്കും സംഭവിക്കും. ഹാർവേഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് പറയുന്നത് ഇത് പതിവാക്കിയാൽ അമിതവണ്ണവും പ്രമേഹവും ഫാറ്റി ലിവറും നിങ്ങളെ തേടിയെത്താൻ അധികം താമസമില്ല എന്നാണ്. ഇതിനേക്കാൾ വലിയൊരു ചതി ആ ലിസ്റ്റിൽ ഒളിച്ചിരിപ്പുണ്ട്. ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ്. ഇതിനെയാണ് നമ്മൾ ട്രാൻസ് ഫാറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണിത്. ലോക ആരോഗ്യ സംഘടന തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ട്രാൻസ് ഫാറ്റ് എത്ര ചെറിയ അളവിൽ കഴിച്ചാലും അത് ശരീരത്തിനൊട്ടും സുരക്ഷിതമല്ല എന്ന്. ലാൻസെറ്റ് ജേണലിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ഥിരമായി ഇത്തരം ഫാറ്റുകൾ ഉള്ളിൽ ചെന്നാൽ ഹൃദയാഘാത സാധ്യത വളരെ കൂടുതലാണെന്നാണ്. ആ ചോക്ലേറ്റ് രുചിക്കിടയിൽ നമ്മൾ അറിയാതെ പോകുന്നത് ഈ വില്ലനെയാണ്. അടുത്തത് ഇതിലെ മൈദയാണ്. തരി പോലും നാരുകളില്ലാത്ത വെറും റീഫൈൻഡ് മാവ്. പാലിൻ്റെ കാര്യം പറഞ്ഞാലോ, അത് ഫ്രഷ് പാലല്ല, മറിച്ച് പ്രോസസ്ഡ് മിൽക്ക് സോളിഡ്സ് ആണ്. ഇതിലൊക്കെ അടങ്ങിയ കൊക്കോ ശരീരത്തിന് നല്ലതാണെന്ന് കരുതിയാൽ തെറ്റ്. കാരണം കിറ്റ്കാറ്റിൽ കൊക്കോയുടെ അളവ് വളരെ കുറവാണ്. ലാഭത്തിനു വേണ്ടി ചേർത്ത പഞ്ചസാരയും കൊഴുപ്പും ആ ഗുണങ്ങളെയെല്ലാം ഇല്ലാതാക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കിറ്റ്കാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാനൊരു കൊതി തോന്നും. അതിതിലെ ആർട്ടിഫിഷ്യൽ വാനില ഫ്ലേവർ നിങ്ങളുടെ തലച്ചോറിനെ പറ്റിക്കുന്നതുകൊണ്ടാണ്. ഇതൊരു ക്രേവിംഗ് ലൂപ്പ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കിറ്റ്കാറ്റ് ഒരു ചോക്ലേറ്റ് ബാറോ ഹെൽത്ത് ഫുഡോ അല്ല, മറിച്ച് വളരെ കൃത്യമായി രുചിക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു അൾട്രാ പ്രോസസ്ഡ് പ്രോഡക്റ്റാണ്. വല്ലപ്പോഴും ഒരു സന്തോഷത്തിന് കഴിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ സ്ട്രെസ്സ് മാറ്റാനുള്ള വഴിയായി ഇതിനെ കാണരുത്. മനസ്സിന് ഈ ബ്രേക്ക് നല്ലതായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിനും മെറ്റബോളിസത്തിനും ഇത് വലിയൊരു പണിയാണ് നൽകുന്നത്. അടുത്ത തവണ ആ ചുവന്ന പാക്കറ്റ് തുറക്കുമ്പോൾ സ്വയം ഒന്ന് ചോദിക്കൂ, ഇത് വെറുമൊരു ചോക്ലേറ്റ് ആണോ അതോ സയൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഷുഗർ ബാർ ആണോ? നിങ്ങൾക്ക് കിറ്റ്കാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ തളർച്ചയോ ഗിൽട്ടോ തോന്നിയിട്ടുണ്ടോ? കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യൂ. ഇതുപോലെ ഓരോ പ്രോഡക്റ്റിൻ്റെയും സത്യസന്ധമായ വിശേഷങ്ങൾ അറിയാൻ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.